സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുമ്പളങ്ങ കൊണ്ട് ഒരു വട്ടയപ്പം ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. പച്ചരി 1.5 കപ്പ്, ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്തത് സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി തന്നെയാണ്. ഇത് 3 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തി കഴുകി വാരി വെച്ചതാണ്. ഇനി അരമുറി തേങ്ങ വേണം. തേങ്ങ ചിരകി മാറ്റി വയ്ക്കാം. ഒരു ടീസ്പൂൺ ചോറ് വേണം. ഇനി ഒരു കഷ്ണം കുമ്പളങ്ങ തോല് ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. കുരുവും കളഞ്ഞ ശേഷമാണ് മുറിച്ചെടുക്കേണ്ടത്. ഇതൊരു 3/4 കപ്പ് വേണം. ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്താൽ മാത്രമേ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നന്നായി അരയില്ല. ഇനി ഇവയെല്ലാം കുറച്ചായി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. പച്ചരി നല്ലതുപോലെ കുതിർത്ത ശേഷം അരയ്ക്കുന്നതാണ് നല്ലത്. മധുരം ഇഷ്ടമാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇതിൽ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. ഒന്നിച്ചിട്ട് ഒരിക്കലും അരയ്ക്കരുത്. കുറച്ചായിട്ട് വേണം അരയ്ക്കാൻ.
ഇതിൽ ഞാൻ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്താണ് അരയ്ക്കുന്നത്. നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയെടുക്കാം. അരച്ച കൂട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി നമുക്കിത് പൊങ്ങാൻ വയ്ക്കാം. മൂന്ന് 4 മണിക്കൂറെങ്കിലും പൊങ്ങാൻ വെക്കണം. ഇത് നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. ഒരു പാത്രത്തിൽ ഗീ തേച്ച് ഇതിലേക്ക് അരച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ പൊങ്ങാതെ ഒഴിച്ചാൽ അപ്പം കല്ലിച്ചു പോകും. അതുകൊണ്ട് കഴിയുന്നതും തലേന്ന് അരച്ച് വെച്ച് പിറ്റേന്ന് രാവിലെ ചുടുന്നത് തന്നെയാണ് നല്ലത്. ഇത് കുമ്പളങ്ങ ആയതുകൊണ്ട് ആരോഗ്യത്തിനും നല്ലതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂ നട്ട് വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇനി അപ്പച്ചെമ്പിലോ കുക്കറിലോ വെച്ച് ആവിയിൽ ചുട്ടെടുക്കാം. ഇതുപോലെ വട്ടത്തിലുള്ള വല്ലതും വെള്ളത്തിൽ ഇറക്കി വെച്ച് അതിൻ്റെ മുകളിലായി മാവൊഴിച്ച പാത്രം ഇറക്കി വയ്ക്കാം. കറി കൂട്ടിയും കഴിക്കാം, അല്ലാതെയും കഴിക്കാം. 5 മിനിറ്റ് നേരം ആവി വന്ന ശേഷം കുത്തി നോക്കി പുറത്തെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരമായി ഷെയർ ചെയ്യുക.